ഹലോ ഷിയാബാണ് റോബോട്ടിക്. ഇന്ന് സാധാരണ നമ്മളെ യാർഡിൽ വെച്ചിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് മാറ്റി, കാരണം നമ്മളെ യാർഡിന്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു 3 ഫോർച്യൂണറും ഒരു BMW ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലും നമ്മളെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കയറി കാണാൻ മറക്കരുത്. നമ്മളെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും പിന്നെ പോരാത്ത നമ്മളെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നല്ല നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടികളാണ്. ഫസ്റ്റ് ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് മാക്സിമം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഫസ്റ്റിലെ വണ്ടി ഫോർച്യൂണറാണ്. 2019 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്, 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കരിമ്പുലി. മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ അങ്ങനത്തെ ടോട്ടൽ ലോസോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഈ വണ്ടി ഓൾറെഡി നമ്മൾ മലപ്പുറത്തേക്ക് NOC എടുത്താണ്. 80-85% ലോണും അവൈലബിൾ ആണ്. നല്ല ട്രാക്കുള്ള ഒരാൾക്കാണെങ്കിൽ ചെറിയൊരു മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നോക്കുകയാണെങ്കിൽ ഒരു 90% ടയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 5 ടയറും അത്യാവശ്യം 90-95% ടയറുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് നമ്മൾ വരുന്നത് ഇന്റീരിയർ ഭാഗങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്റീരിയറൊക്കെ നല്ല നീറ്റ്. ഇന്റീരിയർ എക്സ്റ്റീരിയറൊക്കെ നോക്കണ്ട, അത്രയും ഗ്യാരണ്ടിയാണ്, അത്രയും ക്വാളിറ്റി വണ്ടിയാണ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ കസ്റ്റമർക്ക് എടുക്കുക, ഡീസൽ അടിക്കുക, ഓടുക. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഒരു ഡോറോ കാര്യങ്ങളോ ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഇപ്പോഴും ആ ബ്ലാക്ക് കാരണം ഒറിജിനൽ ബ്ലാക്ക് ആണ്. രണ്ടാമത്തെ വണ്ടിക്ക് വരുമ്പോൾ അതാ 2 വീൽ ഓട്ടോമാറ്റിക് തന്നെ. 2017 മോഡൽ, വൈറ്റ് ആണ് കളർ ഉള്ളത്. ഇത് എങ്ങോട്ട് NOC എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ഓൾ കേരള, ഓൾ ഇന്ത്യ തന്നെ പറയാം. ഓൾ ഇന്ത്യയിൽ എങ്ങോട്ട് നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 1,26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2 വീൽ ഓട്ടോമാറ്റിക്കിലാണ് വരുന്ന വണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റോ ഫ്ലഡോ ടോട്ടലോസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ എങ്ങോട്ട് NOC എടുത്ത് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് ഇതിന്മേൽ ലോണും ചെയ്ത് കൊടുക്കാവുന്ന സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് വണ്ടി. പിന്നെ നമ്മൾ അതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 90% തന്നെ ടയറും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. 95% ടയറും കാര്യങ്ങളും. 5 ടയറും പുത്തൻ ടയർ. ഇന്റീരിയർ ഭാഗങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്റീരിയർ ഭാഗങ്ങളിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. എല്ലാ വണ്ടിയും സെക്കൻഡ് ചാവി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കറക്റ്റ് സർവീസാണ്. കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓട്ടം കാര്യങ്ങളുള്ള വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ അടുത്തൊരു വണ്ടിയിലേക്ക് പോകാനുള്ള നോക്കാം. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ വണ്ടിയും ഒരു കരിമ്പുലിയാണ്. ഫോർച്യൂണർ 2019 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്കിൽ 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓൾറെഡി NOC നമ്മൾ മലപ്പുറത്തേക്ക്, നേരത്തെ ഞാൻ പറഞ്ഞു, മറ്റേ വണ്ടി കാണിച്ചപ്പോൾ പറഞ്ഞു, മലപ്പുറത്തേക്ക് NOC എടുത്തിട്ടുള്ള വണ്ടിയാണ്. ലോണും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ അടുത്തുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിയും പറയുകയാണെങ്കിൽ മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം അതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയറിൻ്റെ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാം ഉണ്ട്. ടയറൊക്കെ ഉണ്ട്. ഒരു 90-95% ടയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ്. വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല കേട്ടോ. എടുക്കുന്നവർക്ക് അങ്ങനെ എടുത്തങ്ങനെ ഓടാം. 1,42,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ട്. കറക്റ്റാ, ജെനുവിനാ. ഇതിപ്പോൾ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കിയാണ്. ഇന്ത്യയും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു 3 ടയോട്ട വാഹനം നമ്മൾ കാണിച്ചു. ഇനി ഇതാ ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന 2013-14 രജിസ്റ്ററിൽ വരുന്ന 5 സീരീസിൽ 25. T25 ഒരു പ്രത്യേകത കൂടി ഉണ്ട്. പിന്നെ ഇത് 4 സിലിണ്ടർ വണ്ടിയാണ്. 4 സിലിണ്ടർ. സാധാരണ 6 സിലിണ്ടർ വണ്ടിയാണല്ലോ നമ്മൾ കാണാറും വരാറുള്ളത്. അപൂർവം കുറഞ്ഞ വണ്ടികളെ ഇത് ഇറങ്ങിയിട്ടുള്ളൂ. 4 സിലിണ്ടർ വണ്ടിയാണ്. 4 സിലിണ്ടർ വണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 23 കിലോമീറ്റർ മൈലേജ് ഒരു ലിറ്റർ ഡീസലിന് കിട്ടും. അത്രയും നീറ്റ് വണ്ടിയാണ്. അതും ഈ വണ്ടി സാധാരണ ഇത്ര ഒരു മോഡൽ കുറഞ്ഞൊരു വണ്ടി, അല്ലെങ്കിൽ ഒരു 13-14 വണ്ടിയൊന്നും ഒരിക്കലും എന്തില്ല നമ്മൾ ട്രക്ക് ചെയ്തിട്ടാണ് വരാറ്. ഈ വണ്ടി എൻ്റെ അനിയൻ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഓടിച്ചിട്ടുണ്ടോ വണ്ടിയാണ്. ഓടിച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്ന വണ്ടിയാണ്. കാരണം ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. അത്രയും ക്വാളിറ്റിയാണ് വണ്ടി. പോരാത്തത് ഈ വണ്ടി 1,00,000 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. 1,00,000 സർവീസ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ് ഷോറൂം കയറിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ ഇപ്പോഴുള്ള സ്റ്റോക്കുകളിൽ വന്ന വണ്ടികൾ. ആകെ 3-4 വണ്ടികൾ മാത്രമാണ്. കാരണം നമ്മളെ ഷോറൂം ഓൾറെഡി വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് പരിമിതി ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ 19 വണ്ടീൻ്റെ നമ്മൾ ഇതിൻ്റെ ഒന്നും വില പറഞ്ഞിട്ടില്ല ഒന്നിലും. അപ്പോൾ ഇതിന് നമ്മൾ NOCയിൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഈ വണ്ടിക്ക് 25,25,000 രൂപയാണ് NOCയിൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അങ്ങനെ നമ്മൾ അടുത്തൊരു വണ്ടി വരുമ്പോൾ
2017 വൈറ്റ് കളർ വണ്ടി, 2017 2 വീലർ ഓട്ടോമാറ്റിക് തന്നെ വരുന്ന വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 21,75,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. വീണ്ടും നമ്മളെ ബ്ലാക്ക് വണ്ടി തന്നെ, ഞാനിപ്പോൾ ഇതിൽ വരാനുള്ള കാരണം നമ്മൾ ഇതിൻ്റെ ഒന്നും പ്രൈസ് പറഞ്ഞിട്ടില്ല, ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഈ വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 25.5 ലക്ഷം രൂപയാണ് NOCയിൽ. ഇതൊക്കെ നെഗോഷ്യബിൾ ആണ്, നിങ്ങൾ മാക്സിമം ഒന്ന് ബാർഗെയിൻ ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ. പ്രൈസ് ഞാൻ പറഞ്ഞില്ല. BMW പ്രൈസ് വരുന്നത് NOCയിൽ ഓൾറെഡി NOC എടുത്തിട്ടുള്ളതാണ്, മലപ്പുറത്തേക്ക് NOC എടുത്തിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 10,25,000 രൂപയാണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട് വണ്ടി എടുക്കുക, ക്വാളിറ്റി വണ്ടികളാണ്. ഓക്കെ.